പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the name of the Lord and our Savior Jesus Christ. ഇന്ന് ഈ വേളയിൽ നിങ്ങളുടെ മധ്യേ ദൈവവചനമായി ആയിരിക്കാൻ കർത്താവ് കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. God has enabled us to stand here in the midst of you to spread the word of the God. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് കടന്നു പോകേണ്ടത്. We have been experiencing the presence of the Lord. Let's continue that during the ഈ ആരാധനയിൽ കർത്താവ് നമ്മുടെ ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിന് പകൽക്കാലമായി തീർക്കും. In this prayer meeting, God will do miracles in our midst. അതിന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. Let us all be in prayer. ഇന്ന് പ്രിയമാന്യ സഹോദരിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എൻ്റെ തൃശ്ശൂർ ഭാഷ അല്പം സ്പീഡാണ്, അതുകൊണ്ട് മനസ്സിലാവുമെന്ന് അറിയത്തില്ലെങ്കിലും ഒപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. Today I will be translating and let's see how it goes in the Trishur translation. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദിവസത്തിലായിരിക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. Let us all submit ourselves in the presence of the Lord. ഇന്ന് ആരാധന തുടങ്ങിയപ്പോൾ, പാട്ട് തുടങ്ങിയപ്പോൾ അല്പൊരു മൗനതയുണ്ടായി. അതിന് കാരണം കഴിഞ്ഞ ആഴ്ചയിലൂടെ ശബ്ദം കൂടി എന്നുള്ളൊരു പരാതി ഉണ്ടായി. ഇത് അടച്ചിട്ടപ്പോൾ എല്ലാവർക്കും ഒരു അങ്കലാപ്പുണ്ടായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണത്. There was a complaint last week that the sound was going out too loud, and because of which when we started the prayer meeting there was a bit of silence, but the God helped us in this prayer meeting. ആരാധനയുടെ ശബ്ദത്തെ നിയന്ത്രിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. Pastor has experienced the difficulties when we try to control the Holy Spirit. ഞങ്ങൾ 5 വർഷം ഒരു സഭ ആരാധന ഉച്ചത്തിൽ പാടി ആരാധന ശേഷമായിട്ട് we were doing the preaching for 5 years. ഞങ്ങൾ മഞ്ചേരി ചെന്ന് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അവിടെ ശബ്ദത്തിന് വിലക്കുണ്ടായി തീർന്നു. When we started the prayer meeting at Manjeri, we had this restriction over there. പെന്തക്കോസ്തരെ കൈയടിച്ച് പാടുന്ന ശീലം ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ആരാധന തുടങ്ങിയപ്പോൾ ശബ്ദം കുറയ്ക്കുന്ന താല്പര്യത്തിൽ ഞാനൊരു അനൗൺസ് നടത്തി. കൈയടി ഒച്ച കുറയ്ക്കണം, ശബ്ദം കുറച്ച് നമുക്ക് പാടണമെന്ന് ഞാൻ അനൗൺസ് ചെയ്തു. As in our Pentecostal meetings, we always clap our hands to pray and worship. But because of the restriction, from the very beginning itself, I announced that we should control our claps and our voices. അങ്ങനെ നിർബന്ധം ആ വിലക്ക് വന്നപ്പോൾ ആദ്യത്തെ ആരാധനയിൽ ഞങ്ങൾ പാടിയപ്പോൾ ഞാൻ എൻ്റെ കയ്യെ മുമ്പിലെ ടീപ്പോയുടെ 2 കാലേ കൈ പിടിച്ചു. Because of that restriction, when we started the prayer meeting, I had to keep my hands on the table in front of me so that the sound won't go out. കൈ വിട്ടാൽ കൈയടിക്കും, അതുകൊണ്ട് ആ ടീപ്പോയെ തന്നെ മുറുകെ പിടിച്ചോണ്ടിരുന്നു. Because if I leave my hand from the table, I will start clapping my hands. എനിക്ക് 3 ആൺമക്കൾ നന്നായി കൈയടിച്ച് പാടുന്നവരാണ്. ജേക്കബ് അതിൻ്റെ അഗ്രഗണനായിരുന്നു. I have 3 sons and they are all good in clapping their hands and praising the Lord. ഞങ്ങളുടെ അവിടുത്തെ ആരാധനയിലെ പാട്ട് ലീഡ് ചെയ്യുന്നവനായിരുന്നു. എന്നാൽ ഇവിടുത്തെ കൊയറിലൊന്നും പാടാനില്ലെങ്കിലും അവന് പാട്ടിൻ്റെയൊക്കെ താളമുണ്ട്, കൂട്ടത്തിൽ പാടാൻ അറിയുകയും ചെയ്യാം. Jacob brother was the one who was leading the prayer meeting over there, even though he's not in the choir, but he's still joining us in the songs. ഞാൻ മുഖവരെ മാറ്റി വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. Let's get into the word of the Lord. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. Let's turn our attention to the Bible verse. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യം നമുക്ക് വായിക്കാം. Matthew chapter 17 starting from 14 verse. അടുത്ത മതി. ഇവിടെ യേശു കർത്താവ് പുരുഷാരത്തിനടുത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു വ്യക്തി വന്ന് പറയുകയാണ്, എൻ്റെ മകന് ചന്ദ്രരോഗം പിടിച്ച് അതിപ്രയാസം അനുഭവിക്കുകയാണ്. When Jesus came to the multitude, there was a certain man who came to him and knelt down before Jesus and said to him, "My son has got a special disease. He is a lunatic and sore vexed. For oftentimes he falls into the fire and often into the water." ഞാൻ ആ മകനെ നിന്റെ ശിഷ്യന്മാരടുത്ത് കൊണ്ടുവന്നു, എന്നാൽ അവർക്ക് സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. And I brought him to your disciples, but they could not cure him. വലിയ പ്രതിസന്ധി ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. We can see that there is a troublesome point at that over there. 17-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, അവനെ അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ ഞാൻ സഹിക്കും.
In the 17th verse, Jesus says, "O faithless and perverse generation, how long shall I be with you? How long shall I suffer you? Bring him near to me." ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല, കാരണം ഒരു അവിശ്വാസമായിരുന്നു. The disciples could not heal him because they were faithless. അവർ അവിശ്വാസം കണ്ടുകൊണ്ട് യേശു പറയുകയാണ്, എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. Seeing their faithlessness, Jesus is asking, how long shall I be with you? How long shall I suffer you? നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് പലപ്പോഴും യേശു കർത്താവ് നമ്മെ ഓർത്ത് ഇതുപോലെ ചിന്തിക്കുകയും തൻ്റെ മനസ്സിൽ പറയുകയും ചെയ്യുന്നുണ്ടായിരിക്കും, എങ്ങനെയാണ് അവനെ സഹിക്കുന്നത് ചിന്തിക്കുന്ന ഒരു കർത്താവിനെ കാണാൻ സാധിക്കും. We can see that in certain situations of our life, Jesus is also thinking the same. How long shall I be with you? How long shall I suffer you? ഈ അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ യേശു മറുരൂപ മലയിൽ തൻ്റെ അരിമ ശിഷ്യന്മാരുമായി പ്രത്യക്ഷപ്പെട്ട ചരിത്രമാണ് ആരംഭഭാഗമാണ്. മറുരൂപ മല പ്രത്യക്ഷയെക്കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. We can see in the first verse that Jesus has shown himself to his disciples on the mountain. ആ മലയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ തേജസ് കണ്ടപ്പോൾ പത്രോസ് പറയാണ്, ഞാൻ 3 കുടിലൂടെ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും എന്ന് പറയുന്നു. When Peter saw that Jesus was transfigured, seeing his glory, he said that I will make 3 tents, one for you, one for Elijah, and one for Moses. അങ്ങനെ മറുപുരമ മലയിൽ നിന്ന് യേശു ശിഷ്യന്മാരെ ഇറങ്ങി വരുമ്പോഴാണ് ഈ മനുഷ്യൻ വന്ന് തൻ്റെ മകൻ്റെ രോഗവിവരത്തെക്കുറിച്ച് പറയുന്നത്. After his transfiguration, when he came down from the mountain, that's when this man came to Jesus for his son. എൻ്റെ മകന് ചന്ദ്രരോഗമാണ് ഇരിക്കുന്നത്, അവനെ സൗഖ്യമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. He told Jesus that his disciples could not heal him. ഈ ചന്ദ്രരോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അപസ്മാരം എന്നാണ് ആ രോഗത്തെക്കുറിച്ച് പറയുന്നത്. In our language, it's called epilepsy. അപസ്മാര രോഗങ്ങൾ വെള്ളം കണ്ടാൽ അവർ അസ്വസ്ഥ ഉണ്ടാകും, തീ കണ്ടാൽ അവർക്ക് അസ്വസ്ഥ ഉണ്ടാകും, അപ്പോഴാണ് അവരെ ആ തീ വ്യാപരിക്കുന്നത്. When they have this episode of this disease, they get problems when they see fire or the water. ഇവിടെ അത് തന്നെ ഇവിടെ വായിക്കും, തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടം അവർക്കുണ്ടായി പോകുന്നു. Oftentimes sometimes when he see the water or fire, he falls into them. അപ്പോൾ ആ രോഗിയുടെ അടുത്ത് എപ്പോഴും ഒരാളുണ്ടെങ്കിൽ മാത്രമേ ആ രോഗി രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. It will only happen to save him if someone is there always with him. അതുകൊണ്ട് യേശു പറയാണ്, നിന്റെ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ മകന് നീ സൗഖ്യം കൊടുക്കണം. So that's why the man is saying to Jesus, your disciples could not heal him, you have to heal him. അപ്പോൾ യേശുവിന് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് അറിയാം. അതുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. യേശു അവനെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ യേശു അവനെ സൗഖ്യമാക്കി. This man knows that only Jesus can heal him. That's why he brought his son to Jesus, and Jesus healed the son. യേശു സൗഖ്യമാക്കിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. That's when the disciples asked Jesus why we could not heal him. യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് സാധിക്കാന്ന് പറഞ്ഞു. Jesus is saying that it's because of your faithlessness. അങ്ങനെ അത് കഴിഞ്ഞിട്ട് യേശു താഴ്ന്ന അടുത്ത പാരഗ്രാഫിൽ പ്രാർത്ഥിക്കുന്ന ചില ഘടന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. We can see Jesus praying in the next paragraph. അങ്ങനെ ഈ ചന്ദ്രരോഗിയെ യേശു സൗഖ്യമാക്കി. Jesus healed the lunatic here. ഇന്ന് പകൽക്കാലം ഇവിടെ വചന ശുശ്രൂഷിക്കുന്ന രാത്രിയിലെ മോൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ ഭാഗം എടുത്തത്, ഇവിടെ ഇരിക്കുന്ന നമ്മളെ കർത്താവ് ചില അധികാരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. The reason why I took this paragraph is that God has enabled us with certain powers, and we need to get over those powers. യേശു തന്ന അധികാരം മത്തായി 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. We can see in Matthew chapter 10. 10-ാം അധ്യായം 1-ാം വാക്യം വയ്ക്കുന്നത്, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറിയിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. And when he called unto his 12 disciples, he gave them the power to clean the unclean spirits, to cast them out, and to heal all manner of sickness and diseases. തന്റെ ശിഷ്യന്മാർക്കാണ് ഈ അധികാരം കൊടുത്തത്. He gave these rights to his disciples. ആ അധികാരം എന്താണ്? അശുദ്ധാത്മാക്കളെ പുറത്താക്കുക, സകലവിധ വ്യാധിയും ദീനവും പൊറിപ്പവനാണ് അധികാരം കൊടുത്തത്. The power that he gave them was to clean all the unclean spirits, to cast them out, and heal all the sicknesses and diseases. അപ്പോൾ നമുക്കും ആ അധികാരം കർത്താവ് തന്നിരിക്കാൻ അത് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. God has also given these powers to us, and we need to use them in our day-to-day lives.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവം വന്ന എല്ലാ വ്യക്തികൾക്കും കർത്താവ് ഈ അധികാരം തന്നിട്ടുണ്ട്. Every born again person who's baptized in Jesus' name, God has given these powers. ഈ അധികാരം നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് വിടുതൽ നടക്കാത്തത്. The only reason why there is no deliverance happening is because we are not using these powers. ഈ അധികാരം ഇവിടെ കുഞ്ഞുങ്ങൾക്കും യവനക്കാർക്കും പ്രായമുള്ളവർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഈ അധികാരം ദൈവം തന്നിട്ടുണ്ട്. God has given this power to the children, to the youngsters, to the adults, to the elders, the females, everyone. നമ്മുടെ മുമ്പിൽ വരുന്ന മാനസിക രോഗികൾ അല്ല മറ്റ് ഏതുവിധമായ രോഗത്തിലെ ആളുകൾ നമ്മുടെ വരുമ്പോൾ ആ രോഗിയെ കാണുമ്പോൾ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. യേശു തന്ന അധികാരം ഉപയോഗിച്ച് അവർക്ക് പ്രാർത്ഥിപ്പാൻ നമ്മൾ തയ്യാറാകണം. When people with different diseases, with mental health issues, when they come near to us, you do not need to fear. You need to use the power that God has given you. എന്നിട്ട് ആ 10-ാം 5-ാം വാക്യം വായിക്കാം. ഈ 12 പേരെ യേശു അയക്കുമ്പോൾ അവരുടെ ആജ്ഞാപിച്ചത് എന്തെന്നാൽ, when Jesus sent the disciples forth, what he commanded to those disciples were, നിങ്ങൾ ജാതികൾക്ക് പോകാതെയും ശമര്യ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തെ കാണാതെ പോയ ആടുകളൊക്കെ തന്നെ ചെല്ലുവീൻ. When Jesus sent the disciples in the midst of the people, he said, go not into the way of the Gentiles and not into any city of the Samaritans. Enter ye not, but go rather to the lost sheep of the house of Israel. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഘോഷിപ്പീൻ. When you go there, you have to proclaim that the kingdom of heaven is at hand. അടുത്ത പറഞ്ഞ 8-ാം വാക്യത്തിൽ രോഗികളെ സൗഖ്യമാക്കുവീൻ. In verse 8 we can see that he is saying, heal the sick over there, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, raise the dead, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുവീൻ, cleanse the lepers, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, cast out the devils. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. What you have got freely, give it freely to everyone. അപ്പോൾ യേശു ഈ അധികാരം കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞത് നിങ്ങൾ രോഗികളെ എന്ത് ചെയ്യണം? സൗഖ്യമാക്കണം. When Jesus gave this power to the disciples, he said, you have to heal the sick. അത് മാത്രം മരിച്ചവരെ നിങ്ങൾ ഉയർപ്പിക്കണം. Not only that, you have to raise the dead. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കണം. You have to cleanse the lepers. ഭൂതങ്ങളെ പുറത്താക്കണം. You have to cast out the devils. നിങ്ങൾക്ക് സൗജന്യമായ കാര്യം നിങ്ങൾ സൗജന്യമായി ചെയ്യണം. അതാണ് ദൈവം കുറിച്ച് പറയുന്നത്. What was done for you freely, you have to do it freely for others. അപ്പോൾ നിങ്ങളെ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികൾ രോഗികളോ ഭൂതബാധിതരോ ആയിരുന്നോ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. യേശു തന്ന ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ധൈര്യമായി പ്രാർത്ഥിക്കണം. You do not fear. You do not need to fear when the people with different diseases come near to you. You need to pray for them with the authority. ആ അധികാരം ഉപയോഗിച്ചാൽ നിന്നിൽ കൂടെ ദൈവശക്തി ആവരിച്ച് ആ വ്യക്തിക്ക് വിടുതൽ സംഭവിപ്പാടിയായി തീരും. When you are willing to use that power, God will provide for you so that the person in front of you will be healed. എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഇതുപോലെ ഒരുപാട് അനുഭവം ഞാൻ പ്രാപിച്ച വ്യക്തിയാണ്. In my experience, I have seen so many of these things. പല രോഗികളായിരിക്കും വ്യക്തി എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. So many people with sicknesses ask me to pray for them. ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടില്ല, ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. I haven't been directly to them, but I have prayed for them through the phone. എന്റെ അനുഭവം പോയി പ്രാർത്ഥിക്കാൻ ശക്തി ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാൻ അനുഭവിച്ചിട്ടുണ്ട്. Even though I have not gone to them directly, but they have experienced the power when I prayed for them via the phone. ഈ ആധുനിക കാലത്ത് നമ്മുടെ ആൻഡ്രോയിഡ് നല്ല ഫോണുകൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ കയ്യിൽ നല്ല മനോഹര ഫോണുള്ളത്. In this modern era, every one of us has got a nice and good Android phone. ആ ഫോൺ നമ്മുടെ ആവശ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ട് സുവിശേഷം അറിയിക്കാൻ അതിൽ കൂടെ നമ്മൾ ബദ്ധസ്ഥരായിരിക്കണം. Even when we use it for our own personal needs, we have to make a step for the Lord so that we are using those technologies for the sake of the Lord. നാം മുഖം കാണാതെ പ്രാർത്ഥിക്കുന്നെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് അതിന് ശക്തിയുണ്ട്. Even though we are not seeing their faces, it has got our prayers have got power. അതുകൊണ്ട് രോഗികൾ നമ്മൾ പ്രത്യക്ഷപ്പെട്ടാൽ നാം എന്ത് ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന അധികാരം ഉപയോഗിക്കുന്ന അവിടെ പറയുന്നത്. When sick people are coming in front of you, without getting tired, pray for them. അതിന് നമ്മൾ ഉത്സാഹിച്ചാൽ ദൈവം നമ്മെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയാം. If we are willing to do that, God will enable us. മത്തായി 28 വരുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് ദൈവം നമുക്ക് അധികാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. In Matthew chapter 28, if we go to the last verses, we can see what the power God has given us. 12-ാം വാക്യം മുതലാണ്. യേശു അടുത്ത് ചെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. And Jesus said to them, I have given you all powers in heaven and earth. ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ നിങ്ങൾ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷാരാക്കിക്കൊള്ളുവീൻ. Go therefore and teach all the nations, baptizing them in the name of the Father and of the Son and of the Holy Spirit, teaching them to observe all things whatsoever I have commanded you. അവന്റെ വാക്ക് കേട്ട് പുറപ്പെടുമ്പോൾ യേശു പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും.
when they started going out hearing the words of the Lord, our Jesus, he said that till the end of the world I will be with you. രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും അത്ഭുതമടയാളം നടത്താൻ മാത്രമല്ല സുവിശേഷത്തിനുള്ള അധികാരം കർത്താവ് നൽകിയിരിക്കുകയാണ്. Not only to heal the people, to cast out the devil, he has also given us the ability to preach the word of the Lord. സുവിശേഷം പറഞ്ഞാൽ മാത്രമേ ആളുകൾ രക്ഷിക്കപ്പെടത്തുള്ളൂ. If we tell the word of the Lord to people, then only they will be delivered. സുവിശേഷത്തിന് മാത്രമേ മനഃശാന്തി കൊടുക്കാൻ കഴിയത്തുള്ളൂ. Only the word of the Lord can give help to the people. സുവിശേഷം ദേശത്തെ വിടിപ്പാൻ കഴിയത്തുള്ളൂ. Only the word of the Lord can deliver the nation. അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയവരെ നമ്മുടെ ഉത്തരവാദിത്തമാണ് യേശു തന്ന അധികാരം ഉപയോഗിച്ച് സുവിശേഷം അറിയിക്കുക. It is our responsibility, not only the children and the adults, everyone. We have to use the power that God has given us. അങ്ങനെ പ്രേരണ ലഭിക്കാതെ ഓടിച്ചെന്ന് സുവിശേഷം പറയല്ല വേണ്ടിയത്. Without any influence or any word from the Lord, we should not go and speak the word. അപ്പോസ്തലപ്രവൃത്തി 1:8 വാക്യവും നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമടറ്റത്തോളം സാക്ഷിയാണ് പറഞ്ഞിരിക്കുന്നത്. In Acts we can see that Jesus has told us to go to the ends of the world and be a testimony for him. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി നമ്മൾ വളരെ വ്യഗ്രതയുള്ളവരായിരിക്കണം. We should be more yearning for the word of the Lord. സുവിശേഷം നമ്മുടെ ജീവിതത്തിലെ വലിയൊരു വ്യഗ്രതയായിരിക്കും, ഒരു താല്പര്യം നമുക്ക് ഉണ്ടാക്കണം. You should be zealous for the word of the Lord. നശിച്ചു പോകുന്ന ആത്മാക്കളുടെ ഒരു ഭാരം നമുക്കുണ്ടായി തീരണം. You should be burdened for the souls that are getting destroyed. ഞാൻ ഏകദേശം 2 മാസമായി ഇവിടെ വന്നിട്ട്. It's been 2 months since I have been here. ആദ്യത്തെ 2 ആഴ്ച 3 ആഴ്ച മഴയും തണുപ്പൊക്കെ പോകാൻ വെളിയിലിറങ്ങാൻ കഴിഞ്ഞില്ല. I could not go out because of the climate that's over here. അതിനുശേഷം രാവിലെ ഞാൻ ഇറങ്ങി നടക്കാൻ പോകാറുണ്ട്. ഈ ദേശമൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ചുറ്റി ഇറങ്ങി ഞാൻ നടന്ന് പ്രാർത്ഥിക്കുക. ആ പോകുന്ന ആളുകൾ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും അവരെ രക്ഷിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത്. So after the weather has changed and it's been a bit sunny, I have started to walk in the morning, and everywhere I go I pray for the people I see. I pray for the places that are around me. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഞാൻ ഇതിന്റെ കിഴക്കേ ഭാഗത്ത് ആ ഭാഗത്തേക്കുള്ള സകല ഗ്രാമങ്ങളും സകല വീടുകളും ഞാൻ യാത്ര ചെയ്തു. In the last 3 days I have walked miles over to that side. ഇന്ന് ആ പെട്രോൾ പമ്പിൽ അവിടുന്ന് ആ വലിയ റോഡ് അപ്പുറത്തോട് കയറി ഒരു വലിയ മലയുള്ള സ്ഥലം വരെ നടന്നു പോയി ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നു. Today I have been from that Asda petrol station to a hilly place. ഞാൻ നടക്കാൻ പോയി രാവിലെ 6 മണിക്ക് വന്ന് എല്ലാവരും ഉറങ്ങുന്ന സമയം ശാന്തമായി പ്രാർത്ഥിച്ചു പോകാൻ എനിക്ക് അവസരമുണ്ട്. വഴി കുറെ പട്ടികളെ കാണാം, കുറെ ആൾക്കാരും കാണാം, വേറെ ആരെയും കാണാനുമില്ല. I go very early in the morning at 6 o'clock where people are like fast asleep, and I can only see some people walking their dogs in the streets. അപ്പൊ ആ നടപ്പിൽ ഞാൻ ആ പോകുന്ന ദേശത്തെല്ലാം അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുന്നത്. When I'm going over in that area, I'm always praying and proclaiming the word of the Lord in those. അടുത്ത ദിവസം പോകുന്നതൊക്കെ നമ്മുടെ വിശ്വാസികൾ പാർക്കുന്ന എനിക്ക് വീടൊന്നും അറിയത്തില്ല. ഞാൻ അവിടെയൊക്കെ സ്തോത്രം ചെയ്ത് പോകും. ഉണർന്നതൊക്കെ ചിലപ്പം കാണാൻ സാധിക്കും. In the coming days I will be going to places, maybe some of you will be living over there. Anyways, I will be praying for everyone. ഞാൻ പറഞ്ഞ സാധനം നമുക്കൊരു സുവിശേഷ ആത്മാവ് ഉണ്ടാകണം. ആ ആത്മാവ് നമ്മളിൽ മാത്രമല്ല കുഞ്ഞുങ്ങളിലേക്ക് ഇൻജെക്ട് ചെയ്ത് കയറ്റുന്നത്. The reason why I'm saying this is that not only in us, we should tell all these things to our kids as well. എൻ്റെ ഇളയ സഹോദരിയുടെ ഒരു മകനെ ബാംഗ്ലൂർ പഠിക്കാൻ പോകുമ്പോൾ one of my cousin in Bangalore, അവന് ലഭിച്ച കൃപയനുസരിച്ച് അവൻ്റെ കൂട്ടുകാരന് സുവിശേഷം പറഞ്ഞു. He spread the word of Lord to one of his friends. 4 ആഴ്ച സുവിശേഷം പറഞ്ഞപ്പോൾ അവൻ ചർച്ചിലേക്ക് വന്നു. When he spread the word of the Lord to his friend for 4 weeks, he started coming to the church. ആ പൈതൽ 4 ആഴ്ച വന്നപ്പോൾ പിറ്റേ ആഴ്ച 5-ാമത്തെ ആഴ്ച എൻ്റെ അപ്പനും അമ്മയും കൂട്ടിക്കൊണ്ടു വന്നു. In the 5th week, he started bringing his parents to the church. ആ ഫാമിലി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പെട്ട ഒരു ബ്രാഹ്മൺ കുടുംബമാണ്. That family was a Brahmin family in Thrissur. കൊടുങ്ങല്ലൂർ ദേവിക്ക് സാധാരണ ദൈവങ്ങളെ പോലെ ഭാഷ ഇഷ്ടപ്പെടത്തില്ല. അവിടെ ലിപിയില്ലാത്ത തെറി വിളിച്ചിങ്ങനെ മാതാവിന് ഇഷ്ടപ്പെടത്തുള്ളൂ. അങ്ങനെ കൊടുങ്ങല്ലൂർ ദേവിയുടെ ആരാധന അവർ ആ രീതിയിൽ ശ്രദ്ധിച്ചാൽ അത് ഇഷ്ടപ്പെടത്തുള്ളൂ. ആ സ്ഥലത്തെ ഒരു ബ്രാഹ്മൺ കുടുംബമാണ് വിശ്വാസത്തിലേക്ക് വന്നത്. It is a place in Thrissur where they praise the idols, and it's a special way of praising to those idols. And if they don't praise in certain way, they won't be happy. So they come from that kind of background. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ബോധവൽക്കരിക്കണം. അവരെ കൂട്ടുകാരുടെ സുവിശേഷം പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുഖാന്തരം സഭയിലേക്ക്
ആത്മാക്കളെ ലഭിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം, ആത്മഭാരം കൊടുക്കണം. ഞാൻ പറഞ്ഞത് സാരം. The reason why I'm saying this is that we should encourage our kids to spread the word to their friends and help them tell the word of the Lord to their friends and bring them to churches. സുവിശേഷം അറിയിച്ചെങ്കിൽ മാത്രമേ ആത്മാക്കൾ രക്ഷിക്കപ്പെടത്തുള്ളൂ. If we tell the word of the Lord to them, then only souls will be saved. മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ വരുമ്പോഴും അതേ ഭാഗം യേശു കർത്താവ് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. We can see in Mark 16 the same thing that we have been preaching. 15-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നത്, അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. In verse 15 we can see that, and he said to them, go ye into all the world and preach the gospel to every creature. അവിടെ വായിക്കുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവധിയാകപ്പെടും. Here it says that he that believes and is baptized shall be saved, but he that does not believe shall be damned. അടുത്ത വാക്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. The next verse says that, and these signs shall follow them that believe. എൻ്റെ നാമത്തിൽ ഒരു ഭൂതങ്ങളെ പുറത്താക്കും. In my name shall they cast out the devils. പുതുഭാഷകളിൽ സംസാരിക്കും. They shall speak with new tongues. സർപ്പങ്ങളെ പിടിച്ചടക്കും. They shall take up the serpents. മരണകരമായ യാതൊരു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. And if they drink any deadly thing, it shall not hurt. രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. They shall lay hands on the sick and they shall recover. അപ്പൊ വിശ്വസിക്കുന്നവരാൽ ഈ പറയപ്പെടുന്ന എല്ലാ അത്ഭുതങ്ങളും നമ്മളിൽ കൂടെ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. So what says here is that whoever believes, we can do all these miracles. അടുത്ത പാരഗ്രാഫ് പറയുന്നത്, ഇങ്ങനെ കർത്താവായ യേശുവോട് അറിയിച്ചതിന് ശേഷം യേശു സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. So we can see here is that, so then after the Lord had spoken unto them, he was received up into heaven and sat on the right hand of God. അപ്പൊ യേശു സുവിശേഷം പറഞ്ഞിട്ട് യേശു എവിടേക്ക് പോയി? സ്വർഗ്ഗത്തിലേക്ക് പോയി. After telling everyone to spread the word of the God, he went back to heaven. ആ ആലോചന കേട്ടുകൊണ്ട് ശിഷ്യന്മാർ പുറപ്പെട്ടു പോവുകയാണ്. And whoever heard those voice and the disciples started going forth. അങ്ങനെ അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. And they went forth and preached everywhere. കർത്താവും അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടത്തിയ അടയാളങ്ങൾ ആ വചനത്തെ ഉറപ്പിച്ചും പോന്നു. The Lord working with them and confirming the word with signs following. അപ്പൊ യേശു കൽപ്പന കൊടുത്തിട്ട് പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുക മാത്രമല്ല, അത് പുറപ്പെടുമ്പോൾ യേശു താനും അവനോടുകൂടെ സഞ്ചരിക്കും. When he went to heaven, he not only commanded and went to heaven and sat there on the right hand of the God, he also went with the disciples when they went to preach the word of the Lord. സുവിശേഷം പറയാൻ എനിക്ക് അറിയത്തെന്ന് പറഞ്ഞാൽ മടിച്ചിരിക്കരുത്. Do not be lazy saying that I do not know how to preach the word of the Lord. നീ ആത്മഭാരത്തോടെ പോകുമ്പോൾ യേശു താനും നിന്നോടുകൂടെ വരും. When you go with the burden to spread the word of the Lord, he will come with you. നീ വാ തുറക്കുമ്പോൾ യേശു താനും നിന്റെ വായോടുകൂടെ ഇരിക്കും. When you open your mouth, Jesus will be with you to spread the word of the Lord. നിന്റെ വായിൽ കൂടുന്ന ഇമ്പമൊഴികൾ ആ വ്യക്തി കേൾക്കുന്ന വ്യക്തിക്ക് ആശ്വാസമായി തീരും. The words that are coming out of your mouth will be consoling to the people. നിന്റെ മുമ്പിൽ രോഗികൾ നിന്റെ വാക്കിനാൽ സൗഖ്യം പ്രാപിക്കും. Whoever is diseased with diseases in front of you, they will be healed. നീ ആത്മാവിനെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഭൂതങ്ങൾ തനിയെ ഓടിപ്പോകും. If you are someone who prays in the spirit, the devil will run away when you go in front of them. ഈ അധികാരത്തോടെ നാം പ്രവർത്തിച്ചാൽ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ നമ്മൾ കൂടി ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് കാണുന്നത്. We can do mighty things through Christ if we start working for the Lord. ലൂക്കോസ് 10-ാം അധ്യായത്തിൽ വരാം. അവിടെ 1 മുതൽ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈ രണ്ടായിട്ട് അയച്ചു. We can see in Luke chapter 10 verses 1. After these things, the Lord appointed other 70 also, and sent them 2 and 2 before his face into every city and place, whither he himself would come. യേശുവിൻ്റെ പ്രധാന ശിഷ്യൻ 12 പേരാണ്. യേശു പിന്നെ 70 പേരെ കൂടി തിരഞ്ഞെടുത്തു. His main disciples were 12 people. Then he appointed 70 others as well. എന്നിട്ട് അവർ കൊടുത്ത കൽപ്പനയാണ്, ഞാൻ ചെല്ലേണ്ട വീട്ടിൽ നിങ്ങൾ എനിക്ക് മുമ്പായി പോകണം. The commandment that was given to them were, you go in front of me to the places where I am about to go. ഈ ബാസിട്ടൻ പ്രദേശത്ത് യേശു പല വീട്ടിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ യേശു കയറണമെങ്കിൽ സഹോദരി നീ ആ വീട്ടിൽ ആദ്യം കയറണം. In this Basildon, Jesus wants to enter so many houses, but before he goes ahead, he wants our dear brothers and sisters to go ahead of him. ഈ ബാസിട്ടൻ പ്രദേശത്തെ വിവിധ ജാതിക്കാരായ ആളുകള്, വെള്ളക്കാരും കറുത്തവരും ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളായാലും അവർ യേശുവിനെ കണ്ടെത്തുവാനും ദൈവം നിന്നെ നാട്ടിൽ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുക.
We have different people from different cultures and different nations. For them to know the Lord Jesus has brought you into this nation. നീ പാടുന്നു പ്രാർത്ഥിക്കുന്നു എനിക്ക് സ്വർഗം കിട്ടും, അത് സംതൃപ്തിപ്പെടരുത്. You are praying, you are fasting, you are singing to the Lord. Do not be satisfied with that. ഈ കാണുന്ന ഒരു ജനവും നാശത്തിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം രക്ഷിക്കപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. God does not want anyone to perish. He wants everyone to be saved. അതുകൊണ്ട് ദൈവം നമുക്ക് ദൈവ അധികാരമാണ് നാം കടന്നു പോകുക എന്നുള്ളത്. That is why he has enabled us to go in front of him. അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളം നടപ്പാടയായി തീരും. When we go like that, God will work mightily. അത് 2-3 വാക്യങ്ങൾ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. In the next verse we can see that therefore he said unto them, ആകെ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കണമെന്ന് അപേക്ഷിപ്പീൻ. The harvest truly is great, but the laborers are few. Pray ye therefore the Lord of the harvest that he will send forth laborers. പോകുവിൻ, ചെന്നായി കിടന്ന കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. Go your ways, behold I send you forth as lambs among the wolves. നിങ്ങൾ പോകുമ്പോൾ സഞ്ചിയിൽ പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും കണ്ട വന്ദനം ചെയ്യുമരുത്. Carry neither purse nor scrip nor shoes, and salute no man by the way. ദൈവത്തിന് ആജ്ഞാപിച്ച് പോകുമ്പോൾ വഴിയിൽ നിങ്ങളെ പൊക്കണം എടുക്കരുത്, സഞ്ചി എടുക്കരുത്. നിങ്ങൾ പോകുന്ന യാത്രയിൽ ആ യാത്രയെ തടസ്സപ്പെടുത്തുക ആരെങ്കിലും അഭിമുഖീകരിച്ചാൽ അവർക്ക് വന്ദനം ചെയ്യരുത്. When you go hearing the word of the Lord, do not carry any purse or shoes or anything, and if anyone is going to be a hurdle in your path, do not even salute them. ഒരിക്കൽ ഞാനൊരു ദേശം ലക്ഷ്യമാക്കി പോകുന്ന യാത്രയിൽ ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട വ്യക്തി എനിക്ക് എതിർപ്പെട്ടു. There was a time when I was going to a particular place and I saw a man I already know. അന്ന് ഈ വാക്യം എനിക്ക് അത്ര പരിചയം പോരായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് ഞാൻ വഴി വിട്ട് ഞാൻ വേറെ വഴിക്ക് പോകേണ്ടി വന്നു. At that time I was not very familiar with this verse. I encountered with him, we spoke and then we departed. പിന്നെ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ആ വഴിക്ക് പോകാൻ കഴിഞ്ഞില്ല. The next day I could not go on the same way. ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ലക്ഷ്യം വെച്ച വ്യക്തി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. In the next week I could hear that the person who I was going to meet, he was no more in this ഒരു പക്ഷേ ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കാതെ പോയിരുന്നെങ്കിൽ ആ വ്യക്തിയോട് സുവിശേഷം മറവാനും അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുമായിരുന്നു. If I would not have stopped to have conversation with the person I met, I could have gone to the person who passed away unfortunately and could have spoken the word of the Lord and he would have been saved. നാം സുവിശേഷം പറയാൻ ലക്ഷ്യം വെച്ച് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുവാനക്കണം. വഴിയിൽ ചില വ്യക്തിയെ പ്രത്യക്ഷപ്പെടുമ്പോൾ അപ്പോൾ ചില അപ്രീതി ഉണ്ടായെങ്കിലും അവനെ വഴക്കുമാറ്റിക്കൊണ്ട് പോയാൽ ചില വ്യക്തികൾ യേശുവിനെ കണ്ടെത്താൻ കഴിയുമെന്ന് ഇന്ന് രാത്രിക്കാലം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. When we start our way to proclaim the word of the God to someone, even if we find someone in the way, even if they will be displeased that we did not salute them or did not talk to them, if we go ahead and spread the word of the Lord, we could save some souls. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്ന ആ വീടിന് ആദ്യം സമാധാനം എന്ന് പറയണം. When you go into someone's house, tell them that let the peace be with you. അവിടെ ഒരു സമാധാനപുത്രം ഉണ്ടെങ്കിൽ ആ വീടിന് സമാധാനം അവന്റെ മേൽ വസിക്കും. If there is someone with peace in that house, their peace will rest upon you. അത് കഴിഞ്ഞ് പറയുന്നത് അവിടുത്തെ രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരുന്നു എന്ന് അവരോട് പറവീൻ. You have to heal the sick over there and tell them that the kingdom of the Lord is near. ഈ പറയപ്പെട്ട ഭാഗത്തൊക്കെ കർത്താവ് അധികാരം പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ രോഗികളെ സൗഖ്യമാക്കണം. In all these scriptures we can see that you have to go and heal the sick. ഭൂതങ്ങളെ പുറത്താക്കണം. You have to cast out the evil. അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളാ നടക്കണം. You have to do miracles. അത് നിങ്ങൾ കൃപ പ്രാപിച്ചു വേണം കടന്നു പോകേണ്ടത്. You have to be equipped for that before you go. പത്രോസ് കടന്നു പോകുമ്പോൾ അവന് നിഴൽ തട്ടുമ്പോൾ രോഗി സൗഖ്യം പ്രാപിക്കുമായിരുന്നു. When Peter was going in a way and when his shadow falls upon someone, they were healed. അവനെ വ്യാപരിച്ച ആത്മാവിന്റെ ശക്തിയാണ് ആ സൗഖ്യത്തിന് കാരണമായി തീർന്നത്. The reason behind that healing was the spirit that was in him. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ മാസത്തിനുള്ള ദൈവത്തിനെ പറയട്ടെ, ഈ അധികാരം ദൈവം ആ 12 ശിഷ്യന്മാർക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അധികാരം തന്നിരിക്കുക. My dear brothers and sisters, not only to the disciples, he has given this power to everyone over here. അതുകൊണ്ട് ഈ അധികാരം ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ ഈ ദേശത്തെ അനേക കുടുംബങ്ങൾ നമ്മോട് ചേർന്നവരുടെയായി തീരും. So if we are ready to use these powers, there will be many of the households who will be joining us in the prayer. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് അനേക രോഗികളെ നമുക്ക് സൗഖ്യമാക്കാൻ കഴിയും. We will be able to heal so many people who the medical science has already said that there is no hope. നീ പ്രാർത്ഥിക്കുമ്പോൾ ട്യൂമർ രോഗികളും ക്യാൻസർ രോഗികളും സൗഖ്യം പ്രാപിക്കും. When you pray for them, the cancer and the tumor people will be healed. നീ പ്രാർത്ഥിക്കുമ്പോൾ മന്ദബുദ്ധികൾ അവരെ
ഓർമ്മയുള്ളവരുടെ സുബോധമുള്ളവരായി തീരും. When you pray for the people with mentally disabled, they will be healed. ചില ഭ്രാന്തന്മാരെ കെട്ടഴിച്ചുവിടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. You will be able to heal the people with difficult situations. അതുകൊണ്ട് ഈ അധികാരം നമ്മളെന്താണ് ഉപയോഗിക്കണം. ഉപയോഗിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും, അനേകരെ കർത്താവ് നേടുവാൻ കഴിയുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. That's why we need to use these powers to our people. ലൂക്കോസ് 10:19 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രു സകല ബലത്തെയും ചവിട്ടുക ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. In Luke 10:19 we can see that, behold, I give unto you the power to tread on the serpents and scorpions, ഒന്നും നിങ്ങൾക്കൊരു ദോഷം വരുത്തിയില്ല. and over all the power of the enemy, and nothing shall by any means hurt you. 17 വാക്യത്തിൽ ആ 70 എന്ന് പറയുന്ന സാക്ഷ്യമുണ്ട്. We can see in 17 that 70 returned again with joy. ആ ശിഷ്യന്മാർ പോയി പ്രവർത്തിച്ചപ്പോൾ പറയാണ്, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു എന്നവർ പറയുകയുണ്ടായി. The 70 people came back and said that in your name the devil started getting subject unto us with your name. ഈ സാക്ഷ്യം പറയുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ. When they are giving this testimony, Jesus is saying this. സഹോദരന്മാരെ, നിങ്ങൾ പോയപ്പോൾ സാത്താൻ മിന്നൽ പോലെ എന്നാണ് അവിടെ വായിക്കുന്നത്, മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. When he's telling the disciples that when you went ahead, he could see that the serpent was falling from the heaven. യേശു തന്ന അധികാരമായി പോകുമ്പോൾ നമ്മെ തകർക്കുവാനൊക്കെ സാത്താൻ എതിർപ്പെടും. When you go out with the power that God has enabled, the devil will start to stop you. അങ്ങനെ സാത്താൻ വരുമ്പോൾ യേശു താനും അവിടെ പ്രവർത്തിച്ച സാത്താൻ മിന്നൽ പോലെ താനെ പോകും. When God starts working for you, the Satan will fall from the heaven like a lightning. എന്നിട്ട് പറയാ, പാമ്പുകളെയും തേളുകളെയും ശത്രു സകല ബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം തരുന്നു. And he says that I give unto you the power to tread on the serpents and scorpions, ഒന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തിയില്ല. and nothing shall by any means hurt you. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളെ പേർ സ്വർഗ്ഗത്തിൽ സന്തോഷിപ്പീൻ. Do not rejoice just because the evil spirits have come subject to you, but rather rejoice because your names are written in the heaven. മത്തായി സുവിശേഷം വായിച്ചപ്പോൾ യേശു രോഗികളെ സൗഖ്യമാക്കി അടുത്ത് പറഞ്ഞു മരിച്ചവരെ ഉയർപ്പിപ്പാൻ പറഞ്ഞിട്ടുണ്ട്. In Matthew we can see that after he said heal the sick, he is saying that raise the dead. ആ കൃപ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുന്ന തടസ്സമൊന്നുമില്ല. ദൈവം തന്ന അധികാരമാണ്, ഉപയോഗിച്ചത് നല്ലതാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. If anyone has these powers, please use them for the glory of the God. ഞാൻ അതിനുവേണ്ടി ഇതിനും തുനിഞ്ഞിട്ടില്ല. ദൈവം കൃപ തന്നാൽ തുനിയുകയും ചെയ്യും. I have never done this, but if God enables me, I am happy to do so. ഞങ്ങളുടെ ഭവനത്തിൽ നടന്നൊരു കാര്യം പറയട്ടെ. I will tell you about something that happened in our house. എൻ്റെ സഹോദരി മകൻ മിലിട്ടറിയിൽ ഗുജറാത്തിൽ അവന് കേണലായിട്ട് പ്രൊമോഷൻ വെച്ചു. അത് ജോയിൻ ചെയ്ത തലേ ദിവസം മേജറായിരിക്കുമ്പോൾ തനിക്കൊരു ടെററിസ്റ്റിൻ്റെ അക്രമം ഉണ്ടായി, താൻ ലോകത്ത് മാറ്റപ്പെട്ടു. In our family, my sister's son, he got promoted to the colonel post from the major post. He encountered a terrorist attack the day he got promoted, and he passed away unfortunately. അവൻ്റെ ബോഡി ഫ്യൂണറലിന് വേണ്ടി ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്ത് അവിടെ ചെന്നു. We went to see him for the funeral. 2 പ്രവാചകന്മാർ പറഞ്ഞു, ദൈവത്തിൻ്റെ അത്ഭുതം ഗുജറാത്തിൽ നടക്കാൻ പോവുകയാണ്, അവൻ ഉയർത്തിൽ നിൽക്കുമെന്ന് പറഞ്ഞു. 2 prophets told us that the work of the Lord is going to happen in Gujarat, and he will raise from the dead. ഈ മോനെ 28 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ചെറുപ്പക്കാരനാ. He was only 28 years and very young. വിവാഹം കഴിഞ്ഞ് 2 മക്കളുമുണ്ട്. He had 2 kids after his marriage. അങ്ങനെയുള്ള അന്തരീക്ഷം ഇവൻ ടെററിസ്റ്റുകളുടെ ആക്രമണത്തിൽ മരിച്ചു പോകുന്നത്. That is when he passed away from the terrorist attack. എന്നിട്ട് ആദ്യത്തെ ഒരു മണിക്കൂർ സമയം വീട്ടിനകത്ത് ദൈവപ്രവൃത്തിക്ക് വേണ്ടി വീട്ടുകാർക്ക് മാത്രമായി സമയം വേർതിരിച്ചു. We separated time for the family to pray for him. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഗവൺമെൻറ് നേതൃത്വത്തിൽ വെളിയിലേക്ക് രജിസ്ട്രേഷൻ നടത്തി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി മിലിറ്ററിയിലായിട്ട് മരിച്ചാൽ കൊള്ളാം, നല്ലൊരു അടക്കം കിട്ടുമെന്ന് എനിക്ക് തോന്നി. Nothing happened even though we prayed for 1 hour. Then according to the government rule, we had to move him outside the house for their burial services. ഇന്ത്യയിലെ ഏതൊക്കെ സൈന്യങ്ങളുണ്ടോ എല്ലാ സൈന്യങ്ങളും അവരുടെ നേതൃത്വം മുഴുവൻ വന്ന് സല്യൂട്ട് അടിച്ചു പോകുന്നു. നമ്മുടെ ഇന്നത്തെ മോദിജി ആണ് അന്നത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം വന്ന് സല്യൂട്ട് അടിച്ചു, അദ്ദേഹം റീത്ത് സമർപ്പിച്ചു. അടക്കമൊക്കെ കണ്ടപ്പോൾ തോന്നി മിലിറ്ററിക്കാരനെ മരിച്ചാൽ നല്ല അടക്കം കിട്ടുമെന്ന്. At that time, Modi ji was the prime minister. At that time, he came. Every general from the army, navy, and everyone came to pay their respects, and they offered the flowers. And I felt like it would have been better if I would have been in the army. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഉയർത്താക്കൊള്ളാമെന്ന്, പക്ഷേ ഉയർത്തില്ല, എതിരവനെ മറവ് ചെയ്തു.
I also wanted him to be raised from the dead, but he did not, and we had to bury him. അപ്പൊ രോഗികളെ സൗഖ്യമാക്കി മാത്രമേ മരിച്ചവരെ ഉയർപ്പാനും കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. So here we can see that not only to heal the sick, God has enabled us to raise the dead. ബീഹാറിലും ഉത്തരാഖണ്ഡിലൊക്കെ ചില മരിച്ചവരെ ഉയർത്തലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ വിശ്വാസമാണ് അത് ഉയർക്കുന്നത്. I have heard about certain things in Uttarakhand and Bihar that so many people who were dead were raised. I have never seen it, but I have heard about it. അതുകൊണ്ട് ഈ അധികാരം ഉപയോഗിച്ചാൽ നമ്മളെ കുറിച്ച് ചില അത്ഭുതങ്ങൾ ദൈവം നടത്തുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തിയാം. So if we use the power that God has given us, God will do miracles with us. യേശു 3 വ്യക്തികളെ ഉയർപ്പിച്ച ചരിത്രം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. We can see that God has raised the dead from in the Bible. അത് നമുക്ക് അറിയാവുന്നതോടെ കടപ്പാൻ ആഗ്രഹിക്കുന്നില്ല. We all know about it, so I will not get into ഈ that. അധികാരം ഉപയോഗിച്ച് അപ്പോസ്തലന്മാർ എന്താ ചെയ്തു നോക്കുന്നൊരു കാര്യം ചൂണ്ടിച്ചാണ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. Let's turn our attention to what the disciples have done with these powers. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1 മുതൽ വാക്യം ഞാൻ പറഞ്ഞു പോകാം. Acts 3 verses 1. നമുക്കവിടെ എല്ലാം അറിയാവുന്ന ഒരു ഭാഗമാണ്. അവിടെ ഒരു മുടന്തനെ ഒരു പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തുന്ന ചരിത്രമാണ് നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നത്. We all know what the context is. It is about a crippled person who was brought in front of the temple to be sat. ആ പള്ളിയുടെ ദൈവാലയ ഗോപുരത്തിൽ അവനെ ഭിക്ഷ യാചിക്കാൻ ഇരുത്തിയിരിക്കുകയാണ്. He was sat there to ask for alms. അവനെക്കുറിച്ച് പറയുന്നത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. What is said about him is that he was crippled from his mother's womb. അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ അനേകർ അവിടെ പ്രാർത്ഥിക്കാൻ പറയും. ഇവന്റെ ജോലി ഭിക്ഷ യാചിക്കുക എന്നുള്ളതാണ്. His main job was to ask alms to the people, whoever is coming to pray over there. അങ്ങനെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ പത്രോസും യോഹന്നാനും ആ ദൈവാലയത്തിൽ ചെല്ലുകയാണ്. When he was asking alms to the people, the disciples went over to there. അവരോട് അവൻ ഭിക്ഷ യാചിച്ചു. He asked alms to Peter and John. ആ ഭിക്ഷ യാചിച്ചപ്പോൾ ഈ പത്രോസും യോഹന്നാൻ ഉറ്റുനോക്കി. When he asked to them, Peter looked upon unto him. സാധാരണ ഭിക്ഷ യാചിക്കുമ്പോൾ ആരെയും എന്തും കിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. When someone asks for alms, usually people throw something and go away. എന്നാൽ പത്രോസും യോഹന്നാനും ആ ചോദ്യം അവൻ ഉറ്റുനോക്കി. But Peter and John, when he asked for alms, they fastened their eyes upon him. അപ്പോൾ മുടന്തനൊരു ജിജ്ഞാസയുണ്ട്. അവനെ ഉറ്റുനോക്കി. So this crippled person was very curious why they were looking at me like അവൻ that. എന്തെങ്കിലും വലിയൊരു തുക കിട്ടുമെന്ന് വിചാരിച്ചത്. He thought that he will get something very big. ഉടനെ അപ്പോസ്തലൻ പറഞ്ഞ വാക്കിതാണ്. Then the disciple said this. പത്രോസ് പറഞ്ഞ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. Then Peter said, silver and gold I have none, but such as I have I give thee. നസറേയനായ യേശുവിന്റെ നാമത്തിൽ നടക്കാന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ചു, എഴുന്നേൽപ്പിച്ചു. In the name of Jesus Christ of Nazareth, rise up and walk. And he took him by his right hand and lifted him up. അമ്മയുടെ ഗർഭം മുതൽ നടക്കാത്ത വ്യക്തി, A person who never walked from his mother's womb. അപ്പോസ്തലന്മാരുടെ അധികാരത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ, When he heard the command from the voice of the അവർ അവനെ disciples, കൈക്ക് പിടിച്ചപ്പോൾ when they raised him by his hand, ഈ വ്യക്തിയുടെ കാലും നരിയാണി ഉറച്ചു. അവൻ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് ദൈവാലയത്തിൽ കടപ്പാടയായി തീർന്നു. immediately he received strength on his feet, and he leaped and walked and rejoiced that he got his legs back. 4-ാം അധ്യായം പഠിക്കുമ്പോൾ അവന് 40-ൽ അധികം പ്രായമുള്ള വ്യക്തിയായിരുന്നു പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായം വായിക്കുമ്പോൾ When we read chapter 4, we can see that he was a person with age over 40. അമ്മയുടെ ഗർഭം മുതൽ ഒരു അടി പോലും നടക്കാത്ത മുടന്തൻ. He was a person who was crippled from his mother's womb and have never walked. ആ മുടന്തനെ എന്ത് ചെയ്യുന്നറിയോ? പത്രോസ് യോഹന്നാൻ കൈപ്പിടിച്ച് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ ആ അധികാരത്തിൽ അവൻ ചാടി എഴുന്നേൽപ്പാൻ ഇടയായി തീർന്നു. When the disciples said walk in Jesus' name, and they held him by his right hand, he walked, he stood up, he rejoiced, he leaped. അവിടെ ഞാൻ വിവരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒന്നൊരു കാര്യം ചൂണ്ടിപ്പിച്ച് അവസാനിപ്പിക്കാം. 9-ാം അധ്യായത്തിന്റെ 32 വാക്യം വായിക്കുമ്പോൾ പത്രോസിനെ കുറിച്ച് വായിക്കാൻ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ 32-ാം വാക്യം മുതൽ ആ പാരഗ്രാഫിൽ കാണുന്നൊരു ചരിത്രമുണ്ട്. We can see in Acts chapter 9 verses 32 that പത്രോസ് എല്ലായിടവും സഞ്ചരിക്കൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ എത്തിച്ചേർന്നു. And it came to pass, as Peter passed throughout all quarters, he came down also to the saints which dwelt in Lydda. അവിടെ അവൻ ചെന്നപ്പോൾ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരിക്കുന്ന അയനയാസ് എന്ന പേരുള്ള മനുഷ്യനെ കണ്ടു. And there he found a certain man named Aeneas, which had kept his bed 8 years and was sick of the palsy. ഈ തളർവാദ രോഗിയെ കണ്ടപ്പോൾ പത്രോസിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചു. When he saw that this person was having palsy, the work of the Lord starting in Peter. അവനെ പേര് വിളിച്ചുകൊണ്ട്
കൊണ്ട് പറയാം, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്കെടുത്ത് വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. And Peter said to him, Aeneas, Jesus Christ make thee whole, arise and make thy bed. ആ തളർവാദ രോഗി എഴുന്നേപ്പാടെയായി തീർന്നു. And that person with palsy, he rose. ഈ ലുദ്ദയിലെ രോഗി എങ്ങനെ കണ്ടുപിടിച്ചത്? How did they find the person with the sickness in Lydda? പത്രോസ് യോപ്പയിൽ നിന്ന് അവിടേക്ക് വരുന്നത്. അപ്പൊ യോപ്പയിൽ ഇരുന്നെങ്കിൽ ലുദ്ദയിൽ വന്നെങ്കിൽ അവനെ കാണാൻ സാധിക്കത്തുള്ളൂ. So he could find him only if he would have traveled from Yope to Lydda. അവിടെ ഒരു ദൂത് പറയാണ്, നാം വീട്ടിലിരുന്നാൽ ആഗ്രഹിക്കുന്ന രോഗികളെ കണ്ടെത്താൻ കഴിയത്തില്ല. If we stay at our own homes, then we won't be able to go out for the name of the Lord, and we won't be able to find the sick in different places. നമ്മുടെ ചർച്ചിന് 4 ഭിത്തിക്കുള്ളിരുന്നാൽ അവിടെ രോഗികൾ വന്ന് സൗഖ്യം പ്രാപിക്കണമെന്നില്ല. If we stay only in the 4 walls of our church, we won't be able to go and find the sick. അതുകൊണ്ട് നീ ആത്മഭാരത്തോടെ പുറപ്പെടണം. So if you go ahead with the burden of the Lord, നീ വീടുകൾ സന്ദർശിക്കണം. you have to go into the houses of the people. നിന്റെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. You have to go into towns. അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നിരാശയുടെ ഗർത്തത്തിലിരിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുവാനായി തീരും. When you go like that, you will be able to find people who are very lonely. അവിടെ നിന്റെ അധികാരം വെച്ച് കൽപ്പിച്ചാൽ അവിടെ വിടുതൽ നടപ്പാടിയായി തീരും. If you use your power over there, there will be deliverance there. 13-ാം അധ്യായത്തിൽ ഒരു ഭാഗമുണ്ട്, അതും അധികാരത്തിന്റെ കാര്യം പറയുന്നത് കൊണ്ട് പറയാം. അതിന്റെ 9-10 വാക്യം വായിക്കും. ഇങ്ങനെ വായിക്കുന്നത്, When we go to Acts chapter 13 verses 9, 6-ാം വാക്യത്തിൽ ബെറിയേശി എന്ന് പേരുള്ള യഹൂദനായ ഒരു കള്ളപ്രവാചകൻ ആ ദേശത്തുണ്ടായിരുന്നു. they could see a false prophet named Bargius, അവിടെ ബുദ്ധിമാനൻ സർഗ്ഗോസ് പൗലോസ് എന്ന ദേശാധിപതി കൂടിയായിരുന്നു അവൻ, which was with the deputy of the country Sergius Paulus, ഈ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവത്തിന്റെ വചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. who called for Barnabas and Saul and desired to hear the word of the God. എന്നാൽ ഈ ബെറിയേശു എന്ന് പറയുന്ന ഈ കള്ളപ്രവാചകൻ അവനെ തടുത്തു. But Elymas the sorcerer, he stopped them. ആ സമയത്ത് പൗലോസ് പറയാണ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മാപൂർണ്ണമായി അവനെ ഉറ്റുനോക്കി. Then Saul, filled with the Holy Ghost, set his eyes on him. എന്നിട്ട് ഈ ബെറിയേശു എന്ന് പറയുന്ന യഹൂദനെ അവനെ ശാസിക്കുന്ന വാക്കുകളാണ് കാണുന്നത് 10-ാം വാക്യത്തില്. Then we can see how he is casting them out. ഹേ കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവേ, കർത്താവിന് നേർവഴിയെ മാറ്റിക്കളയുന്ന നീ മതിയാക്കുന്നില്ലയോ? And said, O full of all subtlety and all mischief, thou child of the devil, thou enemy of all righteousness, will you not cease to pervert the right ways of the Lord? ആ കള്ളപ്രവാചകനെ കണ്ടപ്പോൾ അവന്റെ മേൽ പരിശുദ്ധാത്മ വന്നപ്പോൾ ആ അധികാരം വെച്ച് അവനെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. When he saw the false prophet, he was able to call out to the false prophet. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വരും, നീ ഒരു സമയത്ത് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുന്നു പറഞ്ഞു. And now behold, the hand of the Lord is upon you, and you shall be blind, not seeing the sun for a season. ഉടനെ ഒരു തിമിരും ഇരുട്ടും അവന്റെ കണ്ണിൽ വീണു, കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. And immediately there fell on him a mist and a darkness, and he went about seeking some to lead him by hand. അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്, അധികാരത്തിന്റെ അത്ഭുതം നടക്കുന്ന കാഴ്ചയെ കാണുന്നത്. There was a miracle happening over there, and it was a miracle of power. ഇനി 14-ാം അധ്യായം 8 മുതൽ വാക്യം അവിടെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. We can see in chapter 16, 14 8-ാം വാക്യം മുതൽ 14 verses 8. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന, ഒരിക്കലും നടന്നില്ലാതെയും കാലിൽ ശക്തിയില്ലാതെ ഉള്ള പുരുഷനിരുന്നിരുന്നു. And there sat a certain man at Lystra, impotent in his feet, being a cripple from his mother's womb, who never had walked. ലുസ്രയിൽ പൗലോസ് സംസാരിക്കുന്ന അവൻ കേട്ടു. The same heard Paul speak in Lystra. അവൻ സംസാരിക്കുന്ന വചനം അവനൊന്ന് കേട്ടുകൊണ്ട് ഈ രോഗി അവനെ ഉറ്റുനോക്കി. Who steadfastly beholding him and perceiving that he had faith to be healed. ഈ മുടന്തൻ ഉറ്റുനോക്കുന്ന കണ്ടപ്പോൾ അവനെ പൗലോസ് വിവേചിച്ചു. When he saw that this crippled person was looking unto him, he could decipher him. സൗഖ്യം പ്രാപിപ്പാൻ വിശ്വാസമുണ്ട് അവൻ കണ്ടിട്ട്, when he saw that he was believing to be able to be healed, നീ എഴുന്നേറ്റ് കാലൂന്നി നിമിർന്നു നിൽക്ക എന്ന് ഉറച്ചു നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റു. and he said with a loud voice, stand uprightly on thy feet, and he leaped and walked. 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ കൈക്ക് പിടിച്ചു. In chapter 3 we can see that he held on to the hand of the cripple. എന്നാൽ 14-ാം അധ്യായത്തിൽ പൗലോസ് യാതൊരു കൃപ കൊണ്ട് പറയാണ്, നസറയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ
കൈപിടിച്ചില്ല, അവൻ ചാടി എഴുന്നേറ്റു. In chapter 14, we can see that he did not hold the hand of the person, but when he said with the authority in his voice, he stood up and he leaped. യേശു തന്ന അധികാരം നമ്മൾ ഉപയോഗിച്ചാൽ നിങ്ങളിൽ കൂടെ ചില രോഗികൾ സൗഖ്യം പ്രാപിക്കും, അത്ഭുതങ്ങളും അടയാളം നടക്കും. ബാസ്യത്തിന് വലിയൊരു ഉണർവ് കർത്താവ് നടത്തുമെന്ന് ഇന്ന് ഈ സന്ധ്യാവേളയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയ. If you exercise the authority and power God has given you, God is able to do miracles through you. ഈ അധികാരം അപ്പോസ്തലന്മാർ മാത്രം ഇവിടെ ഇരിക്കുക, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള സകല വ്യക്തികൾക്കും ഈ അധികാരം കർത്താവ് തന്നിരിക്കുക. It's not only given to the apostles, it's also given to every single child, to the adults. അതുകൊണ്ട് പത്രോസ് സഞ്ചരിച്ച പോലെ ഇറങ്ങി പുറപ്പെടണം. So like as Peter walked, you also need to set your journeys, set a start to your journey. പൗലോസും ബർന്നബാസും ഇറങ്ങി പുറപ്പെടണം. Like Paul and Barnabas started their journey, you have to start your journey. നമ്മൾ സഭയ്ക്കകത്തിരിക്കുന്ന അവസ്ഥ മാറ്റി വെളിയിലേക്ക് പുറപ്പെടണം. We have to bring a change of sitting inside the church. We have to start going out. ആത്മനിറവിൽ പുറപ്പെട്ടാൽ നിങ്ങളിൽ കൂടി ദൈവം ചില അത്ഭുതങ്ങൾ അടയാളം നടത്തുമെന്ന് ഇന്ന് രാത്രിക്കാരൻ ഞാൻ ഓർമ്മപ്പെടുത്തിയ. If you are willing to go out in the spirit of the Lord, God is able to do miracles. ഈ ആരാധനിക വ്യക്തികൾക്ക് ഏതെങ്കിലും മാരകമായ രോഗമുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചാൽ സൗഖ്യം പ്രാപിക്കാൻ കഴിയും. If anyone is sick over here and if you are able to believe, you will be healed. വൈദ്യശാസ്ത്രത്തിന്റെ രോഗം കണ്ടുപിടിക്കാൻ കഴിയത്തില്ല, എന്നാൽ യേശുവിന്റെ ഒറ്റ വാക്കിൽ അത് സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും. The medical science won't be able to find what the disease is, but with the one word of the Lord you will be healed. നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇവിടെയുള്ള ഒരു സഹോദരൻ ഒരു കുഞ്ഞിനോട് കിഡ്നി പേഷ്യന്റ് ഒരു കുഞ്ഞിനോട് പ്രാർത്ഥിപ്പാനായി തീർന്നു. In our fasting prayer we were able to pray for a brother of ours whose child was having a kidney problem. ഇന്ന് ഈ സഭയിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ആ കുഞ്ഞായിരിക്കും സ്ഥലത്ത് ആ കുഞ്ഞിന്റെ സകല രോഗത്തെയും യേശു സൗഖ്യമാക്കും. If we pray all together, God is able to heal that child. ആ കുഞ്ഞിന് മാത്രം ഇവിടെ ഇരിക്കുന്ന സകല രോഗങ്ങളൊക്കെ താൻ സൗഖ്യമാക്കും. Not only that child, everyone who is sick over here, God is able to heal you. അതുകൊണ്ട് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കാം. Let us submit ourselves and pray. കഥാനദാസനെ പറഞ്ഞ സമയം ആയി, 2 മിനിറ്റ് കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. I'm concluding my words. May the Lord bless you all. തുടർന്ന് രോഗികൾക്ക് വേണ്ടി ബിജു പാഷ പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും, നമ്മെ വിടുവിക്കും. കഥാനദാസനെ മൈക്കേൽപ്പിക്കുക. Pastor Biju will pray for everyone who is sick and God will heal us. നമ്മളെ കേൾപ്പിച്ച ദൈവവചനത്തിന് മുമ്പിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ സഭയുടെ വ്യക്തമായ ഒരു ദൂതാണ് അറിയിച്ചത്. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ ഇവിടെയുള്ള അയൽവാസികൾ ഇത് സൗണ്ടിൻ്റെ കംപ്ലൈൻ്റൊക്കെ പറഞ്ഞെന്ന് കേൾക്കുവാനിടയായിത്തീരുന്നു. ഈ ദേശത്ത് കർത്താവിൻ്റെ ദാസൻ നടന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങളുടെ സ്ട്രീറ്റിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. ദൈവം നിങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ഒരു സ്ട്രീറ്റിൽ നിങ്ങൾക്ക് താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ട്രീറ്റിൻ്റെ കാവൽക്കാരൻ നിങ്ങളാണ്.